എക്സ്പ്ലെയിൻ വാട്ട് യു ആർ തിങ്കിങ് ടു എ ഫ്രണ്ട് ഓർ എ ഫാമിലി മെമ്പർ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനോടോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പല പേരൻസും പറയാറുണ്ട്, നീ എന്തിനാ അവന് പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ നീ എന്താ അവൾക്ക് പറഞ്ഞു കൊടുത്തത്, അവർ കൂടെ പഠിച്ചു വരില്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മക്കളെ നമ്മൾ പിന്നിലേക്ക് മാറ്റി നിർത്തുക ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, അവർ ഒരു ഫ്രണ്ടിനോട് അവർക്കറിയാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അപ്പുറം ഇരിക്കുന്ന ആൾക്ക് അത് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പോൾ അയാൾ ഈ നിങ്ങളുടെ മക്കളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിനക്ക് ഇത്രയും അറിയാമായിരുന്നോ, നീ ഇത് പറഞ്ഞു തന്നതിലൂടെ അയ്യോ എനിക്കിതെല്ലാം മനസ്സിലായല്ലോ, നീ ഇത്ര ബുദ്ധിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എടാ താങ്ക് യു, നീ ഇത് പറഞ്ഞു തന്നുകൊണ്ട് എനിക്കത് മനസ്സിലായി, എനിക്ക് ക്ലിയർ ആയി, അല്ലെങ്കിൽ നീ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ആ കേട്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അത് ഒരു പോസിറ്റീവ് ഓറയായിട്ട് വരികയാണ്. ഓക്കെ, അവർക്ക് ആ ഒരു ഹാപ്പിനെസ് നേരിടുകയാണ്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടെ എടാ നിനക്ക് വേറെ എന്തെങ്കിലും കൂടെ ഡൗട്ട് ഉണ്ടോ, ഞാൻ അതുകൂടെ പറഞ്ഞു തരാം, നിനക്ക് വേറെ അതറിയായിരുന്നോ, ഞാൻ അതുകൂടെ പറഞ്ഞു തരാം. അതിലൂടെ എന്താ ഒരു പോസിറ്റീവ് ഓറ അവർക്ക് കിട്ടുകയാണ്, അവർക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്. അതിലൂടെ എന്താ വേറൊരിടത്തും കിട്ടാത്ത ആ ഒരു അപ്രിസിയേഷൻ അവർക്ക് ഈ മാത്സിലൂടെ കിട്ടുമ്പോൾ അവർക്ക് ആ മാത്സിനോട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ മറ്റൊരു കാര്യം, മേ ബി ഇങ്ങനെ ഒരു അവസരം വന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ, പേരൻസിന് ചോദിക്കുക നിനക്ക് എന്താ ഇതിന്ന് മനസ്സിലായി. അപ്പോൾ കുട്ടി അത് പറഞ്ഞു തരുമ്പോൾ അവനത് അവന് കിട്ടിയ അതേ ഒരു കോൺസെപ്റ്റ് അങ്ങോട്ട് അവന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ ഓർത്തെടുക്കാനോ സാധിക്കുന്നില്ല എങ്കിൽ അവനതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കുട്ടിക്കത് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടില്ല. നമ്മളൊരു ടീച്ചിങ് സെഷനിലായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ മനസ്സിലായോ ഒന്ന് പറയാമോ. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് തിരിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവർക്കത് കഴിയുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ കുറച്ചുകൂടെ അവന് വർക്ക് ചെയ്യാനുണ്ട്, എന്തൊക്കെയോ അവന് ഓർമ്മയിൽ നിന്നിട്ടില്ല, അപ്പോൾ കൂടുതൽ അതിലേക്ക് വർക്ക് ചെയ്ത് അവർക്ക് കുറച്ചുകൂടെ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മുടെ മക്കളെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എക്സാമിൻ്റെ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അതിന് മുന്നേ വർക്ക് ചെയ്ത് ഫ്രണ്ട്സിനായാലും പറഞ്ഞു കൊടുത്ത് അവർക്കൂടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിലൂടെ ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ അത് പതിയാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് മാത്സിനോടുള്ള ഒരു ഇഷ്ടമായിട്ട് അത് മാറും.